കൂട്ടക്കുരുതിയുടെ നടുക്കം മാറാതെ നാട്. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ 5 പേരെ കൊലപ്പെടുത്തിയത് സ്വർണ്ണാഭരണവും പണവും നൽകാത്തതിനെ തുടർന്ന്. കൊലപാതകത്തിന് മുൻപ് പ്രതി അഫാൻ അമ്മയോട് പണവും മുത്തശ്ശിയോട് സ്വർണ്ണമാലയും ആവശ്യപ്പെട്ടിരുന്നതായി പോലീസ് പറയുന്നു. ഇന്നലെ പ്രതി പാങ്ങോട്ടെ വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശി സൽമാ ബീവിയുടെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നില്ല. മാല തേടിയാണ് യസൻപുരത്തെ പിതൃസഹോദരൻ ലത്തീഫിന്റെ വീട്ടിൽ പോയതും കൊലപാതകം നടത്താൻ അഫാൻ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 കിട്ടി. കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക അടങ്ങിയ ബാഗും ദൃശ്യങ്ങളിൽ കാണാം. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക്. കൊല നടത്താനായി ബൈക്കിൽ പോകുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ബാഗ് അടക്കം, ഈ ചുറ്റിക വെച്ച ബാഗ് അടക്കം ഉപയോഗിച്ചാണ് അഫാൻ ഈ ദൃശ്യങ്ങളിലൂടെ പോകുന്നത്, ബൈക്കിൽ പോകുന്നത് കാണുന്നത്. ഇവിടെ കൊലപാതക പരമ്പരകളുടെ ഒരു തുടക്കമായിരുന്നു ഈ ബൈക്ക് യാത്ര എന്നതും ചേർത്ത് വെക്കണം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന പ്രതി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. മരുന്ന് കുത്തിവെച്ച കാനുല പ്രതി ഊരിക്കളഞ്ഞു. അങ്ങനെ ഏറെ സങ്കീർണമായ പല വഴികളിലൂടെ പോലീസിന് സഞ്ചരിക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും വ്യക്തമാക്കണം. ഈ അഫാന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇയാൾ മാനസിക പ്രശ്നമുള്ള ആളല്ല, ലഹരിക്ക് അടിമയല്ല എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് എങ്കിൽ പോലും പോലീസിന് വളരെ കൃത്യമായ ചില സംശയങ്ങളുണ്ട്. വി വിനോദ് യസൻപുരത്തുണ്ട്, ഡാൻ കുര്യനും അരുൺ മോഹനുമുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ഏറ്റവും പുതുതായി ചേരുകയും ചെയ്യും. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഈ പുറത്തു വരുന്ന ഈ മൊഴികൾ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഫാനുമായി ബന്ധപ്പെട്ട് അത് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കണ്ടേ? കാരണം ഒരുപാട് അവ്യക്തതകളുണ്ട്, ദുരൂഹതകളുണ്ട്. ഇയാളുടെ മോട്ടീവുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില സംശയങ്ങളുണ്ട്. പണവും സ്വർണവും മാത്രമാണോ ലക്ഷ്യമെന്ന പ്രശ്നമുണ്ട്. അങ്ങനെ എല്ലാ തലത്തിലും അന്വേഷണം, അതിൻ്റെ ചോദ്യം ചെയ്യലും മറ്റും എപ്പോഴും തുടരുകയാണോ വിനോദ്? രഞ്ജിത്ത്, ഈ മൊഴികൾ കൃത്യമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെന്ന മൊഴി, അതോടൊപ്പം തന്നെ ഈ പ്രണയവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ, അലോഹ്യം ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ. പിതാവ് സൗദിയിലാണ്, അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന മൊഴി. ഇപ്പോൾ തന്നെ പോലീസ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സൗദിയിലുള്ള ചില സാമ്പത്തിക ബാധ്യതകൾ, അതിനപ്പുറത്തേക്ക് നാട്ടിൽ അങ്ങനെ സാമ്പത്തിക ബാധ്യതകളില്ല, ഇതേക്കുറിച്ച് കാര്യങ്ങൾ വിശദമായി അറിയില്ല എന്നൊരു പ്രാഥമികമായ മൊഴിയാണ് പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ അബ്ദുൽ ലത്തീഫ് സാജിദ ദമ്പതികളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. നമ്മളിപ്പോൾ യസൻപുരത്തെ വീട്ടിലാണുള്ളത്. ഇവിടെ രണ്ടാമത്തെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നു. ഇവിടെ ഈ കൊലപാതകം നടന്നപ്പോൾ പരിസരവാസികൾ ആരും തന്നെ അത് അറിഞ്ഞിരുന്നില്ല എന്നതാണ്. കാരണം വന്നത് ഒരു ബന്ധുവാണ്, അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കൊലപാതകം. ഒരുപക്ഷെ അടുക്കളയിലാണ് ഈ വീട്ടമ്മയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. അവർ ചായ ഉണ്ടാക്കാൻ ആ ഭാഗത്തേക്ക് പോയി എന്നും കരുതുന്നു. അതായത് സഹോദരന്റെ മകനാണ്, അബ്ദുൽ ലത്തീഫിന്റെ ഇളയ സഹോദരന്റെ മകനാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്രൂരത അല്ലെങ്കിൽ ഈ ഒരു കൃത്യം നടക്കുമെന്ന ഒരു ചിന്ത പോലും അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കില്ല. മാത്രമല്ല, ഈ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ വീടിന് മറുവശത്ത് ഒഴിഞ്ഞ പ്രദേശമാണ്. നമുക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് നമ്മൾ നിൽക്കുന്ന ഈ കൊലപാതകം നടന്ന വീടാണ്. ഈ വീടിന് മുൻവശത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ അത് വളരെ വിജനമായ ഒരു പ്രദേശമാണ്. ആ ഭാഗത്ത് വീടുകളൊന്നുമില്ല. ഈ വീടിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. തൊട്ടടുത്ത് തന്നെ ഉള്ള പറമ്പ് അത് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പാണ്. അതിനപ്പുറത്താണ് ഒരു വീടുള്ളത്. അവിടെയും വയസ്സായ ആളുകളാണ് താമസിക്കുന്നത്. ഇതിനടുത്തും ഒരു വീടാണുള്ളത്. മറ്റ് വീടുകൾ, ഇതിന് പിറകിലോട്ടോ മറ്റോ വീടുകളോ ആൾതാമസമോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിലവിളിയോ ആ തരത്തിലുള്ള ശബ്ദങ്ങളോ പുറത്തു വന്നാൽ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽ വരാനുള്ള സാധ്യതയുമില്ല. അതുതന്നെയാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയാതെ പോയതും. മറ്റൊന്ന്, ഈ വയസ്സായ ആളുകളാണ്. നമ്മൾ ഈ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ഒരു ആരോഗ്യസ്ഥിതി പരിശോധിച്ചാൽ എല്ലാം തന്നെ കായികമായി പ്രതിയേക്കാൾ താഴെ നിൽക്കുന്നതാണ്. ഒന്ന് അമ്മൂമ്മയാണ്, വയസ്സായ ആളാണ്, പിതാവിന്റെ ജ്യേഷ്ഠനാണ്.
അദ്ദേഹം സൈന്യത്തിലായിരുന്നു, പിന്നീട് വിരമിച്ച് ഇവിടെ താമസിക്കുകയാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്. അവരെ വിവാഹം ചെയ്ത് നൽകുകയും ചെയ്തു. ഭാര്യയും ഭർത്താവും മാത്രമാണ് ഇവിടെ ഉള്ളത്. അവരും പ്രായം ചെന്ന ആളാണ്. ഇവിടുത്തെ വീട്ടമ്മയെ കുറിച്ച് നാട്ടുകാർ പറയുന്നതും വളരെ സാധുവായ ഒരു സ്ത്രീയാണ്. അവർ സംസാരിച്ചാൽ പോലും അങ്ങനെ ശബ്ദം അധികം പുറത്തു വരാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയുള്ള വളരെ സാധുവായ ഒരു സ്ത്രീയാണ്. മറ്റൊന്ന്, ഈ അമ്മയും പെൺസുഹൃത്തുമാണ്. പിന്നെ കൊല ചെയ്യപ്പെട്ടത് 14 വയസ്സുള്ള ഇളയ സഹോദരനാണ്. ഇവരെല്ലാം തന്നെ ആരോഗ്യപരമായി ഈ പ്രതിയേക്കാൾ ശേഷി കുറഞ്ഞ ആളുകളാണ്. ആ തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സ്വർണ്ണമാല, അമ്മൂമ്മയുടെ സ്വർണ്ണമാല തേടി അവിടെ പോകുന്നു. നേരത്തെ തന്നെ പലകുറി പിതാവിന്റെ അമ്മയിൽ നിന്ന് ഈ മാല ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. ഇപ്പോൾ ഈ ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചർ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. മൃതദേഹങ്ങൾ ഇനി പുറത്ത് എടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുകയാണ്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം ഇവിടെ ഉള്ളത്. അദ്ദേഹം അല്പസമയം മുൻപ് ഈ വീടിനുള്ളിലേക്ക് പോയിരുന്നു. മഞ്ജുലാൽ പറഞ്ഞത് ഈ പ്രതി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു. ആരോഗ്യനില സംബന്ധിച്ച് മറ്റ് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നില്ല. ഇതിൽ നമ്മൾ ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ പ്രതിക്കില്ല. വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടിവരും എന്ന കാര്യമാണ്. ഇൻക്വസ്റ്റ് നടപടി, 2ാമത്തെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അല്പസമയത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന കാര്യം കൂടി ഡിവൈഎസ്പി പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ഈ സ്വർണ്ണമാലയുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ ആ സ്വർണ്ണമാല നൽകാത്തതിലെ വൈരാഗ്യം അതിനുശേഷം ഈ വീട്ടിലേക്ക് വരികയും ഒരുപക്ഷെ ഇവരിൽ നിന്ന് ഇങ്ങനെ ഈ ആഭരണം, പണം ആവശ്യപ്പെടുന്ന നിലയിലേക്ക് പോയി എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ അങ്ങനെ ഒരു വൈരാഗ്യം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം സാമ്പത്തിക പരാധീനത ഉണ്ട് എന്ന കാര്യം പറയുന്നു. ഒരുപക്ഷെ പിതാവിന്റെ ഈ സ്പെയർ പാസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടല്ലാതെ തന്നെ നാട്ടിൽ ഉണ്ടായ കടങ്ങൾ, അത് ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് തന്നെ കടം വാങ്ങുന്ന രീതി ഉണ്ടായിരുന്നു എന്ന ചില സൂചനകൾ. അങ്ങനെയെങ്കിൽ വലിയ തുകകൾ കടം വാങ്ങുകയും പിന്നീട് ഒരു വിവാഹത്തിലേക്ക് പോകാൻ പോകുമ്പോൾ സ്വാഭാവികമായും മാതാവിന് അർബുദ ബാധയുണ്ട്. അങ്ങനെ ഒരു വിവാഹത്തിന് പറ്റിയ ഒരു സാമ്പത്തിക സാഹചര്യം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ വീട്ടിൽ നിന്നൊക്കെയുള്ള എതിർപ്പ് ഉയർന്നു വന്നതും. ഇതെല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു കൃത്യം നിർവഹിക്കുന്നതിലേക്ക് പ്രതി എത്തിച്ചു എന്ന് വേണം കരുതാൻ. 10 മണി മുതൽ 6 മണി വരെയുള്ള ഒരു സമയമാണ്. രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുകയും 6 മണിക്കുള്ളിൽ ഈ കൊലപാതകങ്ങൾ നടക്കുകയും പിന്നീട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി താൻ 6 പേരെ കൊലപ്പെടുത്തി എന്ന കാര്യം അവിടെ പറയുകയും ചെയ്യുന്നു. അവിടെ ഈ കണക്കെല്ലാം ശരിയാണ്. ആക്രമിക്കപ്പെട്ടവരുടെ എണ്ണം 6 തന്നെയാണ്. എന്നാൽ അമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഒരുപക്ഷെ ആ മരണം കൂടി സ്ഥിരീകരിച്ച് പ്രതി അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ തരത്തിലേക്ക് പോകുന്നില്ല. ഈ യുവാവ് 6 പേരെ ആക്രമിക്കുന്നു, കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ 6 പേരും മരിച്ചു എന്ന കാര്യമാണ് സ്റ്റേഷനിലെത്തി പറയുന്നത്. എന്നാൽ 5 പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. ഒരാൾ ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. അമ്മയുടെ മൊഴി, അവർ ഇപ്പോഴും ഈ ചികിത്സയിൽ തുടരുകയാണ്. അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഏറ്റവും നിർണായകമാവുക ഒരുപക്ഷെ അമ്മ ആ പോലീസിന് മൊഴി നൽകുന്ന ഒരു സാഹചര്യം തന്നെയാകും. അങ്ങനെ മൊഴി ലഭിച്ചാൽ ഇതിൽ കൂടുതൽ വസ്തുതകൾ പുറത്തുവരും. അതോടൊപ്പം തന്നെ ഈ യുവാവിൽ നിന്നുള്ള മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്, കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആരോഗ്യസ്ഥിതി, അതിപ്പോൾ കഴിഞ്ഞ ദിവസം എലിവിഷം കഴിച്ചുവെന്ന് പോലീസിനോട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അതിനുള്ള ചികിത്സ നൽകുകയും ചെയ്തു. ചികിത്സയോട് സഹകരിക്കുന്ന ഒരു രീതിയല്ല. മറ്റ് കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളോ മറ്റോ ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്, ഞെട്ടലിലാണ്. കാരണം ഈ തീർത്തും ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള പ്രദേശമാണ്. വളരെ സാധാരണക്കാരായ നാട്ടുകാർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഇങ്ങനെ ഒരു അരുംകൊല, അത് ചുറ്റിക കൊണ്ട് 2 പേരുടെയും തലയ്ക്കടിക്കുന്നു എന്ന നിലയ്ക്ക് ഈ വീട് തുറന്നു നോക്കുമ്പോൾ ആദ്യം ഹാളിലാണ് അബ്ദുൾ ലത്തീഫിന്റെ മൃതദേഹമുള്ളത്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നാട്ടുകാര് ഒരുപാട് പേർ അവിടെ കൂടി നിൽപ്പുണ്ട്. അവരൊക്കെ ആകെ വെഞ്ഞാറമൂട് ഗ്രാമത്തിനുണ്ടായ ഞെട്ടൽ ഒട്ടും ചെറുതല്ല. നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കണമെന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം. അതനുസരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്.